ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ചെറുതുരുത്തിയിലെ വീട്ടിൽ നിന്നും 40 പവൻ കവർന്ന കേസിൽ തുടരന്വേഷണം നടത്താൻ കോടതിയുടെ നിർദ്ദേശം. ചുങ്കത്ത് പെരുമ്പിടിയിൽ ഉമൈബയുടെ വീട്ടിലെ കവർച്ചാ കേസിലാണ് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന ഉമൈബ നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഇടപെടൽ. സംശയമുള്ളവരെ കുറിച്ച് സൂചനകൾ നൽകിയിട്ടും പോലീസ് അന്വേഷിക്കുന്നില്ലെന്നായിരുന്നു ഉമൈബയുടെ പരാതി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 15-നാണ് ഉമൈബയുടെ വീട്ടിൽ നിന്നും 40 പവൻ സ്വർണം കവർന്നത്. പരാതിയുടെ മേൽ വീണ്ടും അന്വേഷണം നടത്തണമെന്നും സംശയമുള്ളവരെ ചോദ്യം ചെയ്യാനായി കോടതി നിർദ്ദേശിച്ചതായി ഉമൈബയുടെ അഭിഭാഷകൻ പറഞ്ഞു. മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് അലമാരയിൽ ഇരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന പിക്കാസ് ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തിരിക്കുന്നത്. ഇതും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉമൈബയുടെ ഭർത്താവിന്റെ വീടായ കരിമ്പുഴയിൽ പോയിരുന്ന സമയത്തായിരുന്നു മോഷണം. ആഭരണങ്ങൾ വീട്ടിലിരിക്കുന്നത് അറിയാവുന്നവരാണ് കവർച്ച നടത്തിയതെന്നും ഉമൈബ പറയുന്നു. മുതൽ നഷ്ടപ്പെട്ടായിരുന്നല്ലോ, അപ്പൊ അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല. അത് കേസ് തേച്ചുമാച്ച് കിട്ടാത്ത ലെവലിലുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങൾ കോടതിയെ സമീപിച്ചു. അപ്പൊ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്, തുടർ നടപടിക്ക് അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പോലീസുകാരും ഞങ്ങളുടെ കൂടെ സഹകരിച്ച് ഞങ്ങളുടെ പോയ മുതൽ തന്നെ തിരിച്ചു കിട്ടണം. നമുക്ക് കോടതിനെയും പോലീസിനെയും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പൊ ഞങ്ങളുടെ മുതൽ തിരിച്ചു കിട്ടണം. ഞങ്ങൾക്ക് ഇതാരെ എടുത്താലും ഞങ്ങൾക്ക് മുതൽ ഞങ്ങൾ തിരിച്ചു കിട്ടി. കോടതി തുടർ നടപടിക്ക് തുടർന്ന് കേസ് അന്വേഷിക്കണം പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ മുതൽ ഞങ്ങൾ പോയ അന്ന് തന്നെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇതും പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയതാണ്, കോടതിയെ സമീപിച്ചതാണ്. ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ട് പ്രവാസ ലോകത്തിൽ കടന്ന് അത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ സംശയം ഉള്ളതിൽ അവരത് കൊടുത്തു. അപ്പൊ അത് വെച്ചൊന്ന് അന്വേഷിച്ച് ആരാണ് ഇതിന്റെ ഉള്ളിലെന്ന് ഞങ്ങൾക്ക് അങ്ങനെ മുതൽ കിട്ടിത്തരണം. സംശയിക്കുന്ന ആൾക്കാരെ അങ്ങനെ അതില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ ആൾക്കാരാണ്, അവരതൊന്നും അത്തരക്കാരല്ല എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമ്മളൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊടുത്ത് നമുക്ക് അന്വേഷിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും കഴിയില്ലല്ലോ. അപ്പൊ അത് പോലീസ് സ്റ്റേഷനിലുള്ള നടപടി താഴ്ന്നു പോവുക കാരണമാണ് ഞങ്ങൾ കോടതി മുഖാന്തരം ഇതാക്കിയത്. അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം നൽകിയിട്ടുണ്ട്. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.